ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടേഴ്സ് കറണ്ട് അഫയേഴ്സ് 2026 UPSCക്ക് വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള സെഷനാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ 12ാമത്തെ സെഷനാണ്. അത് സയൻസ് ആൻഡ് ടെക്കിൻ്റെ മേജർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദിസ് ടോപ്പിക്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ വിത്ത് മീ അർജുൻ ആർ ശങ്കർ. യു ക്യാൻ റീഡ് മോർ അബൌട്ട് മീ. സോ ആൻഡ് അടുത്ത പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക് എന്ന് പറയുമ്പോൾ ഇന്നത്തെ മെയിൻ ടോപ്പിക്സ് ഏതാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. So what is the concept of Asian rice pan-genome? So എന്താണ് ഒരു പാൻ ജീനോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ആൻഡ് വാട്ട് ആർ ദ കോൺസെപ്റ്റ് ഓഫ് ബയോസെൻസേഴ്സ്, എങ്ങനെയാണ് അതും കോളി എന്ന് പറയുന്ന ബാക്ടീരിയ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ, അതിൽ ബയോഫോർട്ടിഫൈഡ് പൊട്ടറ്റോസ് എന്താണ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആൻഡ് ബിർസ 101 തെറാപ്പി എന്ന് പറയുന്ന ക്രിസ്പർ ബേസ്ഡ് ജീൻ തെറാപ്പിയാണ്. സോ ബേസിക്കലി യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ജീൻ തെറാപ്പി, അങ്ങനെയാണെങ്കിൽ ക്രിസ്പർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്, ആൻഡ് എന്താണ് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ സിക്കിൾ സെൽ എന്ന് പറയുന്ന പ്രശ്നം എന്താണെന്ന് നോക്കുക. ആൻഡ് വാട്ട് ഇസ് ദ വേവ്സ് സമ്മിറ്റ്, അതിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്താണ്. വാട്ട് ഇസ് എൻ എക്സാസ്കെയിൽ സൂപ്പർ കമ്പ്യൂട്ടർ, ജൂപ്പിറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ എക്സാസ്കെയിൽ ജൂപ്പിറ്റർ എന്ന് പറയുമ്പോൾ ഈ എക്സാസ്കെയിൽ എന്നൊരു കോൺസെപ്റ്റ് എന്താണ്, റോൾ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, എന്താണ് ശരിക്കും സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ. എന്തോ ഒരു വലിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണെന്ന് അറിയാം, പക്ഷേ എക്സാക്ട്ലി എന്താണെന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് DBNet, ക്വാണ്ടം അറ്റോമിക് ക്ലോക്ക്. അപ്പോൾ എന്താണ് ദ ഐഡിയ ഓഫ് അറ്റോമിക് ക്ലോക്ക്സ്, എങ്ങനെയാണ് ഈവൻ ഓരോ ആറ്റംസിൻ്റെയും അപ്പ് ആൻഡ് ഡൗൺ വൈബ്രേഷൻസ് മെഷർ ചെയ്യുന്ന പ്രിസൈസ് മൂവ്മെൻ്റ് ആണ് അറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം എന്ന് പറയുമ്പോൾ ക്വാണ്ടം അറ്റോമിക് ക്ലോക്ക് എന്താണ്, ഹ്യൂമൻ ഔട്ടർ പ്ലാനറ്റ് എക്സ്പ്ലോറേഷൻ്റെ ഹോപ്പ് റിസർച്ച് സ്റ്റേഷൻ എന്താണ്, മാർസിലേക്കും മൂണിലേക്കും ഉള്ള സിമുലേഷൻ ചെയ്യുന്ന ഒരു സംഭവം എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ സെഷനിൽ പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് ക്വിക്ലി ജംപ് ഇൻ ടു ദ ഫസ്റ്റ് കോണ്ടന്റ്. സയൻസ് ഹിന്ദുവിൽ വന്ന ആർട്ടിക്കിളാണ് ദ ഫസ്റ്റ് പാൻ ജീനോം ഓഫ് ഏഷ്യൻ റൈസ്. അപ്പോൾ എന്താണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കാം. സോ എന്താണ് ദ കോൺസെപ്റ്റ് ഓഫ്, ഇവിടെ നമുക്ക് ദ കോൺസെപ്റ്റ് ഓഫ് ജീനോം എന്താണെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ എന്താണ് പാൻ ജീനോം എന്നൊക്കെ പറയുമ്പോൾ അത് റൈസിൻ്റെ കോണ്ടെക്സ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈസ് കുറച്ചും കൂടെ പല കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ സ്റ്റേപ്പിൾ ആയിട്ടുള്ളൊരു ക്രോപ്പും കൂടെയാണ് റൈസ്. എത്രയോ എല്ലാ കോണ്ടിനെൻസിലും ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സംഭവം കൂടെയാണ്. അപ്പോൾ ഈ റൈസ് എല്ലാം പല സിറ്റുവേഷൻസിൽ ടോളറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെങ്ങനെ പാൻ ജീനോം യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക, pan genome is a complete set of genes found in a species. It's a complete set of genes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കോർ ജീൻസ് ഉണ്ട്, യുണീക്ക് ജീൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ കോർ ജീൻ, യുണീക്ക് ജീൻ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ടാണ് ഈ ടോപ്പിക് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. സോ വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ എന്താണ് പാൻ ജീനോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു പ്ലാന്റിനെ കുറിച്ചിട്ട് പഠിക്കണമെന്ന് മനസ്സിലാക്കുക. സോ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഇപ്പോൾ ഒരു റൈസ് പ്ലാന്റിനെ കുറിച്ചിട്ട് നമ്മളൊരു ഒറ്റ റൈസ് പ്ലാന്റ് ആണ് പഠിച്ചത്, പക്ഷെ നമുക്ക് എല്ലാ റൈസ് ഇൻ ദ വേൾഡിനെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് റൈസ് ടൈപ്സിന് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഒരു റൈസ് പ്ലാന്റ് മാത്രം എക്സ് എന്ന് പറഞ്ഞൊരു സാധനം മാത്രം എടുത്തിട്ട് നമുക്കിനി എല്ലാ റൈസ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടും പഠിക്കാൻ പറ്റില്ല. അത് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും. ചിലത് ഫ്ലഡിൽ നല്ലതായിരിക്കും, ചിലത് ഡ്രൈലാൻഡിൽ നല്ലതായിരിക്കും, ചിലതിന് പെസ്റ്റ് കൺട്രോൾ നല്ലതായിരിക്കും, ഫ്ലഡ് ഇൻടോളറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, അവിടെ പ്രധാനപ്പെട്ട ഒരു ജീനോം എന്ന് പറഞ്ഞൊരു സംഭവം മനസ്സിലാക്കാം. ഏറ്റവും എളുപ്പത്തിന് മനസ്സിലാക്കാൻ ജീനോം ഒരു ഇൻസ്ട്രക്ഷൻ ബുക്കാണെന്ന് മനസ്സിലാക്കുക. ഒരു പ്ലാന്റ് എക്സ് എന്ന് പറഞ്ഞൊരു പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് എങ്ങനെ വളരുന്നു, ഇത് എങ്ങനെ കാണാനിരിക്കുന്നു, ഇത് എങ്ങനെ സർവൈവ് ചെയ്യുന്നു. സോ ഒരു പ്ലാന്റ് എക്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ ബുക്കാണ് ഒരു ജീനോം എന്ന് വിചാരിക്കുക. ആ പ്ലാന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടും. പാൻ ജീനോം എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം. ഇത് ജീനോം ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ഒരു ഗാർഡനകത്ത് ഒരു 12 പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ജസ്റ്റ് ഇമാജിൻ, ഒരു 12 പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റിനും ഓരോ ഇൻസ്ട്രക്ഷൻ ബുക്ക് വെച്ചുണ്ടാവും. അങ്ങനെ 12 പ്ലാന്റിൻ്റെയും എല്ലാ ഇൻസ്ട്രക്ഷൻ ബുക്കും കൂടെ ഒരുമിച്ച് കിട്ടുന്നത് എങ്ങനെ വളരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പാൻ ജീനോം എന്ന് വിളിക്കുന്നത്. സോ പാൻ ജീനോം ഈസ് ഈക്വൽ ടു ഓൾ ഇൻസ്ട്രക്ഷൻ ബുക്സ് കമ്പൈൻ. ഒരു പ്ലാന്റിനെ കുറിച്ച് പഠിക്കുന്നത് ഒരു പ്ലാന്റ് മുഴുവൻ പഠിക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ് റൂം എടുക്കുകയാണെന്ന് വിചാരിക്കും. ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയുടെ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ബുക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ 50 കുട്ടികളുടെയും നോട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം പാൻ ജീനോമിൻ്റെ ഒരു ഐഡിയ മനസ്സിലാവും.
ആ വ്യത്യാസം ജീനോമും പാൻ ജീനോമും തമ്മിൽ ഉണ്ടെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഇവൻ നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കോർ ജീൻസും യുണീക്ക് ജീൻസും ഉണ്ട്. അപ്പോൾ കോർ ജീൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി കോമൺ. എല്ലാ റൈസ് പ്ലാന്റ്സിലും ബേസിക് ഗ്രോത്ത്, റിപ്രൊഡക്ഷൻ ഒക്കെ കണ്ടുപിടിക്കുന്ന കുറേ കോർ ആയിട്ടുള്ള ജീനുകളുണ്ട്, വളരെ യുണീക്ക് ആയിട്ടുള്ള ജീനുകളുണ്ട്. ചിലത് പെസ്റ്റ് ഇൻടോളറൻ്റ് ആണ്, അല്ലെങ്കിൽ ടോളറൻ്റ് ആണ്, ഫ്ലഡ് ടോളറൻ്റ് ആണ്, റെസിസ്റ്റൻ്റ് ആണെന്നൊക്കെ പറയുന്ന പോലെ യുണീക്ക് ജീൻസ് എന്ന് പറഞ്ഞാൽ ചില റൈസ് പ്ലാന്റ്സിൽ മാത്രമേ അതുള്ളൂ. ഈ റൈസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് അതിന് ഫ്ലഡ് റെസിസ്റ്റൻസ്, ഡിസീസ് റെസിസ്റ്റൻസ്, ഡ്രോട്ട് റെസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് കോർ ജീനും യുണീക്ക് ജീനും രണ്ടും നമുക്ക് പാൻ ജീനോമിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ ചില കുട്ടികൾ വായിക്കും, എഴുതും, ഇതെല്ലാം കോർ ട്രേറ്റ്സ് ആണ്. എല്ലാവരും എഴുതും വായിക്കുകയൊക്കെ ചെയ്യുമല്ലോ. പക്ഷെ ചില കുട്ടികൾ പാട്ട് പാടും, ഡാൻസ് ചെയ്യും, പടം വരയ്ക്കും എന്ന് പറയുമ്പോൾ അത് യുണീക്കാണ്, എല്ലാവരും ചെയ്യുന്നതല്ല. അതേപോലെ കോർ ജീൻ, യുണീക്ക് ജീൻ എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാക്കുക. ഇനി റൈസ് ജീനോം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട്. ഏകദേശം 2/3 ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ്റെ സ്റ്റേപ്പിളാണ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ റൈസിനെ കൂടുതലും ഹീറ്റ് സ്ട്രെസ്സും ഫ്ലഡും ഡ്രോട്ടിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. ക്ലൈമറ്റ് റെസിലിയൻ ക്രോപ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് തന്നെയാണ് ജീൻസ് ഫ്രം വൈൽഡ് റൈസ് ഇൻ ടു ദ കൾട്ടിവേറ്റഡ് റൈസ്, നമ്മൾ പല കോമ്പിനേഷൻ ഓഫ് റൈസിൻ്റെ ജീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, സോ ദാറ്റ് അതിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളത്. ഇപ്പോൾ പാൻജിനോം, റൈസ് പാൻജിനോം എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് റെസിലിയൻ ക്രോപ്പ് ഉണ്ടാക്കുക, കുറച്ചുകൂടെ ബെറ്റർ ക്രോപ്സ് റൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഉദാഹരണത്തിന് റൈസിൻ്റെ ആർസീനിക് അബ്സോർപ്ഷൻ ഇസ് റൈസ് അണ്ടർ സ്ട്രെസ് കണ്ടീഷൻസ്. ഇപ്പോൾ ഈ റൈസിൽ ആർസീനിക് അബ്സോർപ്ഷൻ ഉണ്ടെന്നുള്ള സംഭവം ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഇതെല്ലാം പാൻ ജീനോം വന്നു കഴിയുമ്പോൾ നമുക്കിത് മാറ്റാൻ പറ്റും. ഏകദേശം ഇത്രയും ബില്യൺ ബേസ് DNA കണ്ടുപിടിച്ചു. അതിൽ ചില ജീൻസ് ഒന്നും പണ്ട് നമ്മൾ ഇത്ര നാളെ നമുക്ക് അറിയാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് ജെനറ്റിക്സ് അത്രയും വലുതാണ്. നമ്മൾ അത്രയും കോമ്പിനേഷൻസ് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി റെഫറൻസ് ജീനോമും പാൻ ജീനോമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ റെഫറൻസ് ജീനോം എന്ന് പറയുമ്പോൾ? റെഫറൻസ് എപ്പോഴും ഒരു വെറൈറ്റി ആയിരിക്കും, കോമൺ ജീൻ ആയിരിക്കും, ഒരു ജനറ്റിക് മോഡൽ ഉപയോഗിക്കും പ്ലാന്റ് ക്രോപ്പിനൊക്കെ. പക്ഷേ ഇതും പാൻ ജീനോം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യം, ഇതിൽ കോർ ജീൻസും യുണീക്ക് ജീൻസും രണ്ടുമുണ്ട്. പുതിയ ട്രേറ്റും പുതിയ ജീൻസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അഡ്വാൻസ് ബ്രീഡിങ്ങും ക്ലൈമറ്റ് അഡാപ്റ്റേഷനൊക്കെ വേണ്ടി നമുക്ക് പാൻ ജീനോം ഉപയോഗിക്കാൻ പറ്റും. റൈസിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സോ ഇത് വളരെ ക്ലിയർ ആണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യുണീക്ക് ജീൻ, കോർ ജീൻ, പാൻ ജീനോം എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത്, വാട്ട് ഈസ് എൻ ഒപ്റ്റിക്കൽ ബയോസെൻസർ? ബയോസെൻസർ എന്നൊരു കോൺസെപ്റ്റ്, ഡിറ്റക്ഷൻ ഓഫ് ഇ കോലൈ എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. വാട്ട് ഈസ് ദി എസ്കെറിഷ്യ കോളി? ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു ബയോസെൻസർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ഒരു ഈ ഒരു ഇതിനകത്തൊരു വെള്ളമുണ്ട്, ഗ്ലാസ്, ഇത് ഒരു പീസ് ഓഫ് ഇതിനകത്തൊരു വാട്ടർ ഉണ്ട്. ഈ വാട്ടറിനകത്ത് നിന്ന് മെർക്കുറി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇംപ്യൂരിറ്റി ഉണ്ടെന്നോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മളിത് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ലാബിൽ കൊടുത്ത് നമുക്ക് ലാബിലൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്താലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിൽ ലാബിലൊന്നും ലാബിലും ഇതിലൊന്നും ഇല്ലാതെ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോസെൻസർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ലിവിങ് റിലേറ്റഡ് ആയിട്ടുള്ള സെൻസർ. ബയോസെൻസർ ലിവിങ് ഉള്ള ഒരു സംഭവം എടുത്തിട്ട് നമുക്കൊരു ഡിറ്റക്ടറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ ഈ കൊള്ളയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലാബിലൊന്നും കൊടുക്കാതെ തന്നെ അല്ലാതെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാണ് ബയോസെൻസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്, ഇതൊക്കെ പ്രിലിംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. ക്യാൻ വി ഡിറ്റക്ട് ഹാംഫുൾ കെമിക്കൽസ് ഇൻ വാട്ടർ? ഡിഫിക്കൽട്ടാണ്, ലാബ് വേണം. പക്ഷെ അല്ലാതെ ബാക്ടീരിയ ഉപയോഗിച്ച് കെമിക്കൽസ് ഉപയോഗിക്കാം എന്നുള്ള ഒരു ലെവലിലേക്കാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനകത്തുനിന്ന് ഈ കൊലൈ ആണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ ഇതൊരു ബാക്ടീരിയമായിട്ടാണ്. ഇപ്പോൾ മെർക്കുറി ഇൻ വാട്ടർ, ഇതൊരു സിമ്പിൾ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നമുക്ക് ലാബ് ടെസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ വളരെ ക്വിക്കായിട്ട് തന്നെ നമുക്കിത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നുള്ളത്, വാട്ട് ഇസ് ബയോസെൻസർ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ബയോ എന്ന് പറഞ്ഞാൽ ലിവിങ്, സെൻസർ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഡിറ്റക്ട്സ്. അപ്പോൾ ഒരു ലിവിങ് മെറ്റീരിയൽ വെച്ച് ഡിറ്റക്ട് ചെയ്യുന്നതിനാണ് ബയോസെൻസർ എന്നിവിടെ വിളിക്കുന്നത്. ഇവിടെ നമ്മളൊരു ബാക്ടീരിയ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിന് ഐ, ബ്രെയിൻ, വോയിസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യം നമ്മളൊരു ബാക്ടീരിയ, ഒരു ഈ കോളൈ ഇവിടെ ഉപയോഗിക്കുന്നു. ഇതാ സ്പെസിഫിക് കെമിക്കൽ, മെർക്കുറി ആണെങ്കിൽ മെർക്കുറി ഡിറ്റക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ കണ്ണ്. ഇനി ഇതിൻ്റെ തലച്ചോറ്, ബ്രെയിൻ, ഇതിൻ്റെ ശബ്ദം ഉണ്ടെന്നുള്ള രീതിയിൽ വിചാരിക്കുക. അപ്പോൾ ഇത് ബാക്ടീരിയ അവിടെ ഇട്ടാൽ ഇത് കണ്ടുപിടിക്കും. ഇമ്മീഡിയറ്റ്ലി തന്നെ ഇത് പ്രോസസ്സ് ചെയ്യും.
ബിക്കോസ് ബയോളജിക്കൽ സിഗ്നൽസ് വെക്കും, അതാണ് എൻ്റെ ബ്രെയിൻ. അതിനകത്തുനിന്ന് ആ ബാക്ടീരിയ സിഗ്നൽ ചെയ്തിട്ട് അത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കാണിച്ചു തരും ഇംപ്യൂരിറ്റി ഉണ്ട് അല്ലെങ്കിൽ എന്തോ മെർക്കുറി ഉണ്ടെന്ന് കാണിച്ചു തരും. ഇതിൻ്റെ ബ്രെയിൻ. ഇത് നമ്മളോട് എങ്ങനെ സംസാരിക്കും എന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ ഔട്ട്പുട്ട് മോഡൽ. ഈ കണ്ട സംഭവത്തിനെ ഒരു ഇലക്ട്രിക് സിഗ്നലായിട്ടോ ഒരു ലൈറ്റ് സിഗ്നലായിട്ടോ ഇത് മാറ്റും. അതായത് ഇന്ന ഒരു ഇംപ്യൂരിറ്റി ഉണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരും. ആദ്യം ഇത് ബാക്ടീരിയ പോയിരിക്കും, അത് അവിടെ ചെന്ന് ഐഡന്റിഫൈ ചെയ്യും അതിന്റെ തലച്ചോറ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് അത് ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കാണിച്ചു തരും. ഒരു സിഗ്നലിലൂടെ ഔട്ട്പുട്ടിലൂടെ നമുക്കിത് തരും. സോ ഇറ്റ്സ് ലൈക്ക് എ ബ്രെയിൻ, ഇറ്റ്സ് ലൈക്ക് എ ബ്രെയിൻ, ഇറ്റ്സ് ലൈക്ക് എൻ ഐ, ഇറ്റ്സ് ലൈക്ക് എ വോയിസ്. ഈ 3 രീതിയിൽ നമുക്ക് ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ഈ കോളെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബിൽ ഗ്രോ ചെയ്യാൻ എളുപ്പമാണ്, ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ കോളെ ക്യാൻ ബി ജനറ്റിക്കലി മോഡിഫൈഡ്. നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും സ്പെസിഫിക് കെമിക്കൽസിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ആണ്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഹ്യൂമൻ ഗട്ടിലും ആനിമൽ ഗട്ടിലൊക്കെ ഉള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻറ്റസ്റ്റൈൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽസ്, ഇത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്യാൻ പറ്റും. ചില ടാസ്ക് ചില കെമിക്കൽസിന് വേണ്ടി നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് എസ്കെറിഷ്യ കോളി ബാക്ടീരിയം എന്ന് പറയുന്നത്. ആനിമൽസിൻ്റെയും ഹ്യൂമൻസിൻ്റെയും ഇൻറ്റസ്റ്റൈനിൽ കാണുന്നതാണ്. അപ്പോൾ ഇതാണ്. ഇനി ഇത് UPSC ടിപ്പിക്കൽ ക്വസ്റ്റൻ ആണ്. എന്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും? എൻവയോൺമെൻറ്റൽ മോണിറ്ററിൽ വെള്ളത്തിൻ്റെ ക്വാളിറ്റി, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്കിൽ ഉപയോഗിക്കാൻ പറ്റും, ഡിസീസ് ഡിറ്റക്ഷൻ പറ്റും, ഫുഡ് സേഫ്റ്റിയിൽ പറ്റും, ബയോ ഇലക്ട്രോണിക് ഡിവൈസിലെല്ലാം നമുക്ക് ഈ ബയോ സെൻസർ ഈ ബാക്ടീരിയ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അടുത്ത ടോപ്പിക്ക്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ബയോ ഫോർട്ടിഫൈഡ് പൊട്ടറ്റോസ് ടു ഇന്ത്യൻ മാർക്കറ്റ് സൂൺ. അപ്പോൾ ഈ ബയോ ഫോർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ തന്നെ ബയോ ഫോർട്ടിഫിക്കേഷൻ എന്താണ്? കോമൺ ഒരു ഫോർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നു, നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് വയറ് നിറച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതിലേക്ക് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസ് പോയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ വളരെ കൃത്യമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് പോയാൽ മാത്രമല്ലേ അതിന് കാര്യമുള്ളൂ. അപ്പോൾ ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ